കോട്ടയത്ത് ABVPയുടെ 41ാമത് സംസ്ഥാന സമ്മേളനം ആരംഭിച്ചു കഴിഞ്ഞു. ABVPക്ക് പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിച്ചു. ABVPയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷൻ ഡോക്ടർ വൈശാഖ് സദാശിവരാണ്. സെക്രട്ടറി യദു കൃഷ്ണൻ. രണ്ടുപേരും ജനം ടിവിയോടൊപ്പം ചേരുകയാണ്. ആദ്യം തന്നെ നിയുക്ത പ്രസിഡന്റിനും സെക്രട്ടറിക്കും ജനം ടിവിയുടെ ആശംസകൾ. മാറ്റത്തിൻ്റെ ശബ്ദത്തിന് കാതോർക്കുകയാണ് കേരളം. ദേശീയതയുടെ ശബ്ദത്തിനൊപ്പം ചേരുന്ന സമയത്താണ് നിയുക്ത അധ്യക്ഷനും സെക്രട്ടറിയുമായി രണ്ടുപേരും ചുമതലയേൽക്കുന്നത്. എന്തൊക്കെയാണ് ഈ ഒരു സമയത്ത് ജെൻസി ദേശീയതയ്ക്കൊപ്പം എന്ന് അടക്കമുള്ള മുദ്രാവാക്യങ്ങൾ ദേശീയ ശബ്ദമായി ABVP മുന്നോട്ട് വയ്ക്കുന്ന ഈ ഒരു സമയത്ത് സംസ്ഥാന ചുമതലയേൽക്കുമ്പോൾ നിങ്ങൾക്ക് വിദ്യാർത്ഥി പ്രസ്ഥാനത്തോട്, രാജ്യത്തെ ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടനയുടെ സംസ്ഥാന ചുമതലയിലേക്കുമ്പോൾ പറയാനുള്ളത്? ആദ്യമേ വളരെയേറെ സന്തോഷം വീണ്ടും ഈ ചുമതലയിലേക്ക് എത്താൻ കഴിഞ്ഞതിൽ. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ 78 വർഷങ്ങളായിട്ട് വളരെ സക്രിയമായിട്ട് ഭാരതത്തിൻ്റെ ക്യാമ്പസുകളിൽ പ്രവർത്തിക്കുന്ന സംവിധാനമാണ് ABVP. ഇന്നിപ്പോൾ നിലവിൽ 77 ലക്ഷത്തോളം വലിയൊരു മെമ്പേഴ്സുള്ള ഒരു സംവിധാനമാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടനയാണ്. ഇപ്പോൾ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാലും കഴിഞ്ഞ 65 വർഷമായിട്ട് ശക്തമായിട്ട് കേരളത്തിൻ്റെ കലാലയങ്ങളിൽ ഒരു തിരുത്തൽ ശക്തിയായിട്ട് മാറുവാനായിട്ട് ABVPക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു കാലഘട്ടം കുറേ കൂടെ വളരെ പ്രസക്തമായിട്ടുള്ള കാലഘട്ടമാണ്. കാരണം ഒരു പരിധിവരെ കേരളത്തിൽ ഒരു ദേശീയതയുടെ ശബ്ദത്തെ തടഞ്ഞു നിർത്താനായിട്ട് ഇവിടുത്തെ ചില ശക്തികൾക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കേരളത്തിൻ്റെ മണ്ണിലേക്കും ആ ദേശീയതയുടെ ശബ്ദം ഉയർന്നു ഒരവസ്ഥയുണ്ട്. അപ്പം അത് കുറേ കൂടെ കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിനിടയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ABVPയെ സംബന്ധിച്ചുള്ള ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പം അതിനു വേണ്ടിയിട്ടുള്ള സക്രിയമായ പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് അത് തുടർന്നും ഇനിയും ഉണ്ടാകും. അതിനോടൊപ്പം തന്നെ കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല നേരിടുന്ന നിരവധി പ്രശ്നങ്ങൾ നമുക്കറിയാം. കേരളത്തിൻ്റെ സർവകലാശാലകളുടെ വലിയൊരു ശതമാനം, ചില സർവകലാശാലകളുടെ 50%-ലധികം സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്ന ഒരവസ്ഥയുണ്ട്. കേരളത്തെ ഉപേക്ഷിച്ചുകൊണ്ട് കേരളത്തിലെ വിദ്യാർത്ഥികൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലേക്കും പലായനം ചെയ്യുന്ന അവസ്ഥയുണ്ട്. അപ്പം അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകണം. അത് ഒരുപക്ഷെ നമ്മളിപ്പോൾ കഴിഞ്ഞ ബഡ്ജറ്റിൽ സംസ്ഥാന സർക്കാർ ബിരുദ പഠനം അത് സൗജന്യമാക്കുന്നു പ്രഖ്യാപിച്ചു. നല്ല കാര്യമാണ്. പക്ഷേ അതുകൊണ്ട് മാത്രം ഈ പറയുന്ന ഒരു കൊഴിഞ്ഞുപോക്ക് നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയില്ല. ഇപ്പോൾ കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിന് അവർ പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ കേരളത്തിൽ തന്നെ നല്ല രീതിയിലുള്ള അവർക്ക് അവസരങ്ങൾ ലഭിക്കുന്ന രീതിയിൽ, തൊഴിലവസരങ്ങൾ ലഭിക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനം ഇവിടെ രൂപപ്പെട്ട് വരണം. എങ്കിൽ മാത്രമേ ഇവിടെ അത് കുട്ടികളെ നമുക്ക് പിടിച്ചു നിർത്താനായിട്ട് സാധിക്കത്തുള്ളൂ. മറ്റൊന്ന്, ഇപ്പം പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നിലവിൽ നമുക്ക് പ്രത്യക്ഷത്തിലല്ലെങ്കിൽ പോലും ഒരുപക്ഷേ നമ്മൾ ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തോടൊക്കെ പിന്തിരിഞ്ഞ് നിൽക്കുന്നത് വലിയ തിരിച്ചടികളിലേക്ക് നമ്മളെ വരും വർഷങ്ങളിലേക്ക് നയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം മറ്റ് സംവിധാനങ്ങളിൽ പഠിക്കുന്ന ആൾക്കാർ ദേശീയ വിദ്യാഭ്യാസ നയം അത് ഫോളോ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ അതിനനുസരിച്ചുള്ള മറ്റ് മത്സര പരീക്ഷകളിലൊക്കെ മുന്നോട്ട് പോകുന്ന സമയത്ത് കേരളത്തിലെ കുട്ടികൾ പിന്തള്ളപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ രാഷ്ട്രം മുന്നോട്ട് കുതിക്കുന്ന സമയത്ത് ചില രാഷ്ട്രീയ വ്യത്യാസങ്ങളുടെ പേരിൽ നമ്മൾ പിന്നോട്ട് പോകാതിരിക്കണം എന്നുള്ളതാണ് അഭിപ്രായം. അത്തരം കാര്യങ്ങളിൽ ഒരു ശക്തമായ ഒരു പ്രതിപക്ഷ അല്ലെങ്കിൽ ഒരു പ്രതിഷേധ സ്വരമായിട്ട് ഇനിയും ABVP മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചത്. കേരളത്തിലെ ക്യാമ്പസുകളിൽ ദേശീയ ശബ്ദമുയർത്തുന്ന ABVP പോലുള്ള സംഘടനകളെ തടഞ്ഞു നിർത്തുന്ന പല ശക്തികളുമുണ്ട്, ഇടത് ജിഹാദി സംഘടനകളൊക്കെ. അതിനൊക്കെ എങ്ങനെയാണ് പ്രതിരോധിക്കാൻ ഇനിയുള്ള ശ്രമം? ശക്തമായ ഞങ്ങളുടെ നിലപാടുകൾ തന്നെയാണ്. കാരണം ഈ കഴിഞ്ഞ 78 വർഷമായിട്ട് ആരംഭിച്ച സമയം മുതൽ എന്താണോ നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്, അതായത് വ്യക്തി നിർമ്മാണത്തിലൂടെ രാഷ്ട്ര പുനർനിർമ്മാണം എന്ന് പറയുന്ന ശക്തമായ ഒരു നിലപാട് അല്ലെങ്കിൽ ആശയ അടിത്തറയിൽ നിന്നുകൊണ്ട് തന്നെയാണ് ABVP പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് നിലപാടുകൾ മാറ്റുന്ന ഒരു സംവിധാനം ABVPക്കില്ല. ആ ശക്തമായ അടിത്തറയിൽ നിന്നുകൊണ്ട് ഇനിയും കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിനിടയിൽ ദേശീയതയോടൊപ്പം ചേർന്ന് നിൽക്കുന്നതിൻ്റെ ആവശ്യകത എന്താണ്, പ്രസക്തി എന്താണെന്നുള്ളത് കൂടുതൽ അവരെ ബോധ്യപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ നയിക്കും. ആശയപരമായിട്ട് തന്നെ കേരളത്തിൻ്റെ കലാലയങ്ങളിലേക്ക് ഞങ്ങൾ കടന്നു ചെന്നുകൊണ്ട് ശക്തമായി ഞങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കും. ഈ പറയുന്ന ഇപ്പോൾ ജെൻസി എന്ന് പറയുന്ന ആ സമൂഹത്തിനിടയിലേക്ക് അവരുടെ പോസിറ്റീവ് എനർജിയെ രാഷ്ട്ര പുനർനിർമ്മാണത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളായിരിക്കും ABVP മുന്നോട്ട് വയ്ക്കുക. PM ശ്രീയിലടക്കം ABVP നടത്തിയിരിക്കുന്ന നിർണായകമായിട്ടുള്ള ഇടപെടലുകളുണ്ട് ഈ കഴിഞ്ഞ കാലത്ത്, അടുത്ത കാലത്ത് തന്നെ. കേരള വിദ്യാഭ്യാസ മേഖലയിൽ നേരിടുന്ന നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളെ എങ്ങനെയായിരിക്കും ABVP ഇനി അഭിമുഖീകരിക്കാൻ പോവുക? പുതിയ ചുമതലയേറ്റിരിക്കുന്ന ആളുകൾ എന്ന നിലയിൽ ABVPയുടെ കൂടെ നിൽക്കുന്ന വിദ്യാർത്ഥികളോട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഈ ഒരു സമയത്ത് കേരള വിദ്യാഭ്യാസ മേഖല നേരിടുന്ന വെല്ലുവിളികൾക്ക് ABVPക്കൊപ്പം നിൽക്കൂ എന്ന് അവരോട് പറയാൻ വേണ്ടി. എല്ലാ കാലഘട്ടങ്ങളിലും വിദ്യാർത്ഥി പക്ഷത്ത് അടിയുറച്ച് നിന്നുകൊണ്ട് തന്നെയാണ് ABVP മുന്നോട്ട് പോകാറുള്ളത്. കാലാകാലത്തിനനുസരിച്ച് ഏതെങ്കിലും ഒരു സാഹചര്യം മാറുമ്പോൾ, രാഷ്ട്രീയ സാഹചര്യം മാറുന്നതനുസരിച്ച് ചില സമയങ്ങളിൽ സക്രിയരായിട്ട് മാറുക, രാഷ്ട്രീയ സാഹചര്യം മാറുന്ന സമയങ്ങളിൽ വളരെ ഒരു ശീതനിദ്രയിലേക്ക് പോവുക എന്നൊരവസ്ഥ ABVPയെ സംബന്ധിച്ചിട്ടില്ല. എല്ലാ കാലഘട്ടങ്ങളിലും ഒരേപോലെ. കാരണം അങ്ങനെ നിൽക്കാൻ കഴിയുന്നത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും ഭാഗമല്ലാതെ നിലനിൽക്കാൻ കഴിയുന്ന ഒരു സ്വതന്ത്ര സംഘടന ആയതുകൊണ്ട് തന്നെയാണ്. ഇനിയും ആ നിലപാടുകളുമായിട്ട് ശക്തമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകാൻ തന്നെയാണ്. ശ്രീ അടക്കം കേരളത്തിൽ നടപ്പാക്കണമെന്നുള്ള കാര്യവുമായി മുന്നോട്ട് അത് ആ ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ആ ഒരു ആവശ്യത്തിന് ഞങ്ങൾ ഒരിക്കലും പിന്നോട്ട് പോകത്തില്ല. വളരെ ശക്തമായിട്ട് ഞങ്ങൾ വളരെ അഭിമാനത്തോടുകൂടി പറയുന്നു. കാരണം കേരളത്തിലെ മറ്റെല്ലാ വിദ്യാർത്ഥി സംഘടനകളും PM ശ്രീ വേണ്ട എന്ന് പറയുന്ന സമയത്ത് കേരളത്തിലെ ഒരുപക്ഷെ ഒരു 350
150ഓളം സ്കൂളുകളെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുന്ന ആ ഒരു പ്രവർത്തനം, അതല്ലെങ്കിൽ ആ ഒരു പദ്ധതി കേരളത്തിന് അനിവാര്യമെന്ന നിലപാടെടുത്ത് മുന്നോട്ട് പോയ പ്രസ്ഥാനം തന്നെയാണ് ABVP. ഇനിയും ആ ഒരു സംവിധാനം നടപ്പിലാക്കപ്പെടുന്നത് വരെ ശക്തമായിട്ട് ഞങ്ങൾ ആ ഒരു ആവശ്യമായിട്ട് മുന്നോട്ട് പോകും. ABVPയുടെ നിയുക്ത സംസ്ഥാന അധ്യക്ഷൻ ഡോക്ടർ വൈശാഖ് സദാശിവൻ പറയുന്നത് ശക്തമായി വിദ്യാഭ്യാസ മേഖലയിൽ കേരളത്തിലെ പ്രശ്നങ്ങൾക്ക് ശബ്ദമുയർത്തിക്കൊണ്ട് ABVP വിദ്യാർത്ഥികൾക്കൊപ്പം ഉണ്ടാകും എന്നുള്ളതാണ്. സംസ്ഥാന സെക്രട്ടറി യദുകൃഷ്ണൻ കൂടി ചേരുന്നുണ്ട്. പുതിയ ചുമതലയെ എങ്ങനെയാണ് വിദ്യാർത്ഥി സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നത്? എന്താണ് അവരോട് പറയാനുള്ളത്? ആദ്യമായിട്ട് ഈ ചുമതല സംസ്ഥാന സെക്രട്ടറി എന്നുള്ള ചുമതല ഏറ്റെടുത്തതിൽ ഏറെ സന്തോഷവും അഭിമാനവുമുണ്ട്. ഇന്ന് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, കേരളത്തിലെ PM ശ്രീ പോലെയുള്ള പദ്ധതികൾക്കൊക്കെ തന്നെ മറ്റെല്ലാ വിദ്യാർത്ഥി സംഘടനകളും അതിനെ എതിർത്ത് നിന്ന സമയത്ത് അതിനെതിരെ ശക്തമായിട്ടുള്ള സമര പോരാട്ടവുമായിട്ട് കേരളത്തിൻ്റെ തെരുവോരങ്ങളിൽ ഉണ്ടായിരുന്ന ഒരേ ഒരു വിദ്യാർത്ഥി സംഘടന അത് ABVP ആണ്. ABVPയുടെ അന്നത്തെ സംസ്ഥാന സെക്രട്ടറിക്ക് അതിക്രൂരമായിട്ട് മർദ്ദനം ഏറ്റുവാങ്ങേണ്ട അവസ്ഥ അതിൻ്റെ പേരിലുണ്ടായി. അതിനുശേഷം 19ഓളം വരുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രവർത്തകർ ജയിൽവാസം അനുഷ്ഠിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനൊക്കെ ശേഷവും അതിന് വേണ്ടിയിട്ട് ശക്തമായിട്ട് നിലയുറച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് MOU ഒപ്പിടാൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ നിർബന്ധിതമായത്. അതിനുശേഷം ഇങ്ങോട്ടേക്ക് ആ ഒരു ആവശ്യവുമായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ABVP തീരുമാനിച്ചിട്ടുള്ളത്. അതുപോലെ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയും പൊതുവിദ്യാഭ്യാസ മേഖലയും ഉന്നത വിദ്യാഭ്യാസ മേഖലയും നേരിടുന്ന മുഴുവൻ പ്രശ്നങ്ങളെയും ഇനിയുള്ള കാലഘട്ടത്തിൽ ABVP അഭിമുഖീകരിക്കും. ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം നേടുന്നതുവരെ കേരളത്തിൻ്റെ തെരുവോരങ്ങളിൽ സമരവുമായിട്ടും മറ്റെല്ലാ തരത്തിലുള്ള ഇടപെടലുകളുമായിട്ടും ABVP മുന്നിലുണ്ടാവും. 41ാം സംസ്ഥാന സമ്മേളനത്തിൻ്റെ പ്രധാനപ്പെട്ട വേദിയായിട്ടുള്ള മാമൻ മാപ്പിള ഹാളിന് വിശാൽ നഗർ എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. ഇതുപോലെ ഒട്ടനവധി കേരളത്തിൽ ബലിദാനികളായി മാറിയിട്ടുള്ള പ്രവർത്തകരുടെയും കൂടി ഒരു പിന്തുടർപ്പുറക്കാർ എന്ന നിലയിലാണല്ലോ നിങ്ങൾ ചുമതലയേൽക്കുന്നത്. എന്താണ് അപ്പോൾ ഈ ധീരമായിട്ടുള്ള ബലിദാനികളെ പറ്റിയൊക്കെ ഓർത്തെടുക്കുമ്പോൾ കേരളത്തിലെ ABVPയുടെ പ്രവർത്തനത്തെ? ABVPയുടെ പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം ഏകദേശം 9ഓളം ബലിദാനികൾ ഉണ്ടായിട്ടുണ്ട്. ദുർഗാദാസ് ഏട്ടൻ മുതൽ ഇങ്ങോട്ടേക്ക് നോക്കുന്ന സമയത്ത് ഏറ്റവും അവസാനം ശ്യാമപ്രസാദ് വരെയും നിരവധി ആളുകളുടെ ജീവനും ജീവിതവും ഒക്കെ സമർപ്പിച്ചിട്ടാണ് ABVPയുടെ പ്രവർത്തനം ഇന്നോളം അത്രയും കേരളത്തിൻ്റെ മണ്ണിൽ നടന്നു പോയിട്ടുള്ളത്. അപ്പോൾ അവരുടെ സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് ABVPയുടെ വളർച്ചയും ഈ ക്യാമ്പസുകളിൽ ദേശീയതയുടെ ഇടിമുഴക്കവുമാണ്. അതിനു വേണ്ടിയിട്ട് ആ ദേശീയതയുടെ ശബ്ദം കേരളത്തിലെ ക്യാമ്പസുകളിൽ മുഴങ്ങുവാൻ വേണ്ടിയിട്ട് അതിനെ ശക്തമായിട്ട് നിലനിർത്തുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമായിരിക്കും ഇനിയുള്ള കാലഘട്ടത്തിൽ കേരളത്തിൽ ഉണ്ടാവുക എന്നാണ് പറയാൻ. കൃത്യമായി വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള വിഷയങ്ങളിൽ ശബ്ദമുയർത്തിക്കൊണ്ട് ABVP ഉണ്ടാകുമെന്നുള്ള ഉറപ്പാണ് പുതുതായി ചുമതലയേറ്റ സംസ്ഥാന അധ്യക്ഷനും സംസ്ഥാന സെക്രട്ടറിയും പറയുന്നത്. അവരുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. എന്തായാലും രണ്ടുപേർക്കും ഒരിക്കൽ കൂടി ജനം TVയുടെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. സംസ്ഥാന സമ്മേളനം പുരോഗമിക്കുകയാണ്. അതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് പൂർത്തിയായിരിക്കുന്നത്. ഇനി ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി ദേശീയ സെക്രട്ടറി ശ്രാവൺ രാജ് അദ്ദേഹം ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടി 3 ദിവസത്തെ ABVPയുടെ സംസ്ഥാന സമ്മേളനം തുടങ്ങുകയാണ്. ഇനി ദേശീയ പ്രാധാന്യമുള്ള സംസ്ഥാന പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ തുറന്ന ചർച്ചകളുടെയൊക്കെ ഒരു വേദിയായിട്ട് മാറുകയാണ് ഈ 3 ദിവസത്തെ ABVPയുടെ സംസ്ഥാന സമ്മേളന വേദി. കോട്ടയത്തെ അക്ഷരനഗരിയിലെ ഈ വേദി എന്നുള്ളതാണ്. സജീവമായി മാറുകയാണ് വേദി. വിദ്യാർത്ഥികൾ, പ്രതിനിധികൾ എല്ലാം ഈ വേദിയിലേക്ക് എത്തിയിരിക്കുന്നു. ഇനിയുള്ള ദിവസങ്ങൾ 3 ദിവസങ്ങൾ വിവിധ വിഷയങ്ങൾ, സമകാലിക വിദ്യാർത്ഥി പ്രാധാന്യമുള്ള ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങൾ, അത് ജൻസി ദേശീയതയ്ക്കൊപ്പം ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികളിൽ എങ്ങനെ, AI-യുടെ വിപ്ലവം, ഈ കാര്യങ്ങളിലൊക്കെ തുറന്ന ചർച്ചകളുടെ വേദിയായി മാറുമ്പോൾ കേരള വിദ്യാഭ്യാസ മേഖല നേരിടുന്ന വെല്ലുവിളികളും ABVPയുടെ സംസ്ഥാന സമ്മേളനത്തിൽ ചർച്ചാ വിഷയമായി മാറും. അശ്വതി. ശരി മിഥുൻ, വിവരങ്ങൾ വ്യക്തമാണ്.